الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم والذين يحاجون في الله من بعد ما استجيب له حجتهم داحضة عند ربهم عليهم غضب ولهم عذاب شديد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മുത്തഖീങ്ങളായി തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിലെ റബീഉൽ അവ്വൽ 12-ന് നബി ജനിച്ചു എന്ന് പറഞ്ഞ് നാട്ടിൽ നടക്കുന്ന കൂത്താട്ടങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയുടെ, കോഴിക്കോട് ജില്ലയുടെ ചില ഭാഗങ്ങളിൽ ഇന്നലെ സഞ്ചരിച്ചപ്പോഴും വളരെ ഗംഭീരമായി ഇത് ആഘോഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടികളുടെ പ്രസംഗങ്ങളുണ്ട്, ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ചില സാധുക്കളായ മനുഷ്യന്മാരും ഇത്തരം ഉസ്താദുമാരുടെ തെളിവുകളൊക്കെ വാട്സപ്പിലും യൂട്യൂബിലുമൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ സംശയാലുക്കളായി മാറുന്നുണ്ട് എന്നതാണ്. ചിലരെങ്കിലും ചോദിക്കും, ഇവർക്കെന്താ നബിയോടൊന്നും സ്നേഹം ഇല്ലേ? നബിയുടെ സ്നേഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ചില സാധാരണക്കാരെയൊക്കെ അങ്ങനെ ചിന്തിപ്പിക്കുന്നുണ്ട്. വയലിലും അതാണ് പറയണത്, ഇവർക്ക് ഉസ്താദുമാരോട് ഇവർക്ക് നബിയോട് സ്നേഹമില്ല, നബി ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്ന ആളുകളാണ് എന്നൊക്കെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ വിശ്വസിക്കാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്റെ സുന്നത്തിനെ ഒരാൾ പിൻപറ്റിയാൽ അവൻ എന്നെ പിൻപറ്റിയതാണ്. അവൻ നബിയെ സ്നേഹമുള്ള ഒരാള് നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത് ജീവിതത്തിൽ പകർത്തുകയാണ് ചെയ്യേണ്ടത് എന്നർത്ഥം. ഒരിക്കൽ സുന്നത്ത് എന്നുള്ള വിഷയം ഞാൻ ഈ മിമ്പറിൽ വ്യക്തമായി പറഞ്ഞതാണ്, ബിദ്അത്തും സൂചിപ്പിച്ചതാണ്. നബി തങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കുക, എങ്ങനെ വസ്ത്രം ധരിക്കുന്നു അങ്ങനെ വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ നബി പഠിപ്പിച്ച പോലെ വസ്ത്രം ധരിക്കുക, നബി പഠിപ്പിച്ചതുപോലെ ഒളു ചെയ്യുക, നബി തങ്ങൾ പറഞ്ഞതുപോലെ നിസ്കരിക്കുക, മയ്യത്ത് കുളിപ്പിക്കുക, മയ്യത്ത് നിസ്കാരം നിർവഹിക്കുക, ജുമുഅ നിർവഹിക്കുക, ഖുതുബ നിർവഹിക്കുക, ഒക്കെ നബി തങ്ങൾ എങ്ങനെയാണോ നമുക്ക് മാതൃക കാണിച്ചു തന്നത് അതനുസരിച്ച് ജീവിക്കലാണ്
നബിയുടെ സുന്നത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ സുന്നത്ത് പിൻപറ്റി ജീവിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗത്തിലുണ്ടാകും എന്ന്. അതുതന്നെയാണല്ലോ ശരിക്ക് സ്നേഹം, ബഹുമാനം എന്നൊക്കെ പറഞ്ഞ അതാണ്. കള്ള് കുടിക്കരുതേ എന്ന് വാപ്പ മകനെ ഉപദേശിച്ചാൽ ആ വാപ്പാനോട് സ്നേഹമുള്ള മകൻ ചെയ്യേണ്ടത് കള്ള് കുടിക്കാതിരിക്കലാണ്. അതല്ലാതെ കള്ളും കഞ്ചാവും അടിച്ച് നടന്നിട്ട് വാപ്പ മരിച്ച ദിവസവും ജനിച്ച ദിവസവും നിന്നിട്ട് റോട്ടിൽ നിന്നിട്ട് എന്റെ വാപ്പ വളരെ നല്ല ആളായിരുന്നു, വാപ്പാക്കൊരു കുഴപ്പമുണ്ടാകുന്നില്ല, വാപ്പ കമ്മിറ്റി പ്രസിഡന്റായിരുന്നു, വാപ്പ അങ്ങനെയായിരുന്നു, വാപ്പ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വാപ്പാനോടുള്ള സ്നേഹമല്ല. വാപ്പാനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ വാപ്പ പറഞ്ഞത് കേൾക്കലാണ്. ഇവിടെ ഇപ്പൊ തിരിച്ച് അങ്ങനെ നടക്കുന്നത്. റസൂലുള്ളാഹിന്റെ യാതൊരു സുന്നത്തും ജീവിതത്തിൽ പകർത്താതെ റബീഉൽ അവ്വൽ 12-ന്, അതും റസൂല് മരിച്ച ദിവസം, ആഘോഷിക്കുക എന്ന പേരിൽ പല ജാതി പരിപാടികളും നടത്തലാണ്. അത് ശരിയല്ല എന്നേ നമ്മൾ പറഞ്ഞതിൽ അർത്ഥമുള്ളൂ. അത് നബിതങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് വിചാരിച്ചിട്ടില്ല. നമ്മളെപ്പോലെ ഒരു മുഹമ്മദാക്ക എന്ന രൂപത്തില് നബിയെ കണ്ടാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. ഖുർആനിൽ പറഞ്ഞ ഒരായത്തെ നമ്മൾ പറയുന്നുള്ളൂ. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. അൽ കഹ്ഫിന്റെ അവസാനത്തിൽ ഇന്നും നമ്മൾ ഓതിയിട്ടുണ്ട്. നബിയെ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. മനുഷ്യനാണ്, ആരല്ല, മലക്കല്ല. നബിയാണ് എന്ന് കരുതിയിട്ട് മലക്കല്ല. യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട് എന്നതാണ്. അപ്പൊ വഹി നൽകപ്പെടുന്ന മനുഷ്യനാണ്. നബിതങ്ങൾക്ക് വിശക്കും, ദാഹമുണ്ടാകും, ഭക്ഷണം കഴിക്കും, സാധാരണ മനുഷ്യന്മാരെ പോലെ അങ്ങാടിയിലൊക്കെ ഇറങ്ങി നടക്കും. ഖുർആൻ പറയുന്നുണ്ട് സാധാരണക്കാരിൽ ഒരാളായി ജീവിക്കുക. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. പണ്ഡിതനാണെങ്കിലും മൊയ്ലിയരാണെങ്കിലും മൗലവിയാണെങ്കിലും ഒക്കെ സാധാരണക്കാരിൽ ഒരാളായി ജീവിക്കണം. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയല്ലായിരുന്നു. റസൂൽ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു സംഭവമായിട്ട് അവർ ചോദിച്ചു, വഖാലു മാലി ഹാദർ റസൂൽ, ഈ റസൂലിന് എന്താ പറ്റിയത്? ഖുർആനിലായത്താ, ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. നബിയോ ഭക്ഷണം കഴിക്കേ? അങ്ങാടിയിലൂടെ നടക്കുന്നു സാധാരണ പോലെ. അതൊക്കെയായിരുന്നു അവർക്ക് നബിക്കുണ്ടായിരുന്ന കുറ്റങ്ങൾ. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ നബി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദിവ്യത്വം കൊടുത്ത് ഒരു മലക്കാവണം എന്ന രൂപത്തിലൊക്കെയാണ് അവർ ചിന്തിച്ചിരുന്നത്. ചിലപ്പോൾ ചോദിക്കുകയും ചെയ്യും, ഒരു മലക്കിനെ പറഞ്ഞുകൂടായിരുന്നില്ലേ എന്ന്. അതിന്റെ മറുപടിയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ ആ പറഞ്ഞതിൽ അർത്ഥം. സാധാരണ മനുഷ്യനൊന്നും നബിയല്ലല്ലോ, സാധാരണ മനുഷ്യനൊന്നും നബിയല്ല. പക്ഷെ നബി മനുഷ്യനാണ്. അത് ഇമാം ബൂസിരി മദ്ഹ് പറയുന്നതിൽ ഈ റബീഉൽ അവ്വലിൽ ചെല്ലണ ബൈത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യാ അക്രമ ബൈത്ത്. യാ അക്രമ ബൈത്ത് എന്ന് പറയുന്നത് ബുർദയുടെ അവസാന ഭാഗമാണ്. ബുർദ എഴുതിണ്ടാക്കിയത് കവിയും സാഹിത്യകാരനുമായിട്ടുള്ള ബൂസീരിൽ ജനിച്ച ഇമാം ബൂസിരി എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതനാണ്, സാഹിത്യകാരനാണ്. അദ്ദേഹം തന്റെ ബുർദയിൽ പറഞ്ഞിട്ടുണ്ട്, ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. നബിയെ കുറിച്ച് പറയാനുള്ള ആത്യന്തിക വചനം അന്നഹു ബശർ, നബി ഒരു മനുഷ്യനാണ്. പക്ഷേ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, അല്ലാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളെക്കാളും ഉത്തമനാണ്. അതന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം. മലക്കല്ല, പടച്ചോനുമല്ല, മനുഷ്യനാണ്. എന്നാൽ അഫ്ളലുൽ ഖലായിഖ്, ലോകത്തുള്ള എല്ലാ സൃഷ്ടിയേക്കാളും അത്യുത്തമനാണ്, ഏറ്റവും ശ്രേഷ്ഠനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലണം. അതൊക്കെയാണ് മൗലൂദ് ഓതാൻ തെളിവ് പറയുന്നത്. നബിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലണ്ടേന, സ്വലാത്ത് ചൊല്ലണം. പക്ഷെ എങ്ങനെ സ്വലാത്ത് ചൊല്ലണം അത് നബി പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കണം നബി പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് നോൽക്കണം, എങ്ങനെ നോമ്പ് നോൽക്കണം നബി പഠിപ്പിച്ചിട്ടുണ്ട്. മദ്ഹ് പറയണം, എങ്ങനെ മദ്ഹ് പറയണം നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലേണ്ടത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ സ്വലാത്ത് ചൊല്ലണം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് നബിക്ക് വേണ്ടി. മലായികത്ത്, മലക്കുകൾ നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. നബാത്തി ഖുതുബയില്, രണ്ടാമത്തെ ഖുതുബയില് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ പള്ളികളിലൊക്കെ പോയാല് അവിടെ ഉണ്ടാവും. ഇന്നല്ലാഹ അമറക്കും ബിഅംരിൻ ബദഅ ഫീഹി ബിനഫ്സി വസന്നാ ബിഹിൽ മലായികത്തുൽ മുസബ്ബിഹീന ബിഖുദ്സിഹി വഅയ്യഹ ബിൽ മുഅ്മിനീന മിൻ ബരിയതി ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇന്നല്ലാഹ അമറക്കും ബിഅംരിൻ, കൂട്ടരെ അല്ലാഹ് നിങ്ങളോട് ഒരു കാര്യം പറയാം. ബദഅ ഫീഹി ബിനഫ്സിഹി, അത് സ്വയം അല്ലാഹു ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നല്ലാഹ, അല്ലാഹു തആല യുസല്ലി, സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞു. അല്ലാഹ് തന്നെ ചെയ്തിട്ടുണ്ട്. അല്ലാഹ് പറയുന്ന കാര്യം അല്ലാഹ് തന്നെ ചെയ്തിട്ടുണ്ട്. വസന്നാ ബിഹിൽ മലായികത, രണ്ടാമതായി മലക്കുകളെ പറഞ്ഞിട്ടുണ്ട്. വൽ മലായിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അവർ പറഞ്ഞത്? യുസല്ലൂന അലൻ നബി വ അയ്യഹ ബിൽ മുഅ്മിനീന മിൻ ബരിയതിഹി, തന്റെ സൃഷ്ടികളിൽ നിന്ന് അയ്യഹ, അയ്യുഹാ എന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരെ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണം. നബി തങ്ങൾ പറഞ്ഞു, അൽ ബഖീൽ, പിശുക്കൻ നിങ്ങൾക്കറിയുമോ? ഖുതുബയിലൊക്കെ നബിന്റെ പേര് കേൾക്കുമ്പോൾ മനസ്സിലെങ്കിലും അത് ചൊല്ലണം, ഓർക്ക ചൊല്ലണം. മനസ്സിലെങ്കിലും അല്ലാഹുമ്മ സ്വല്ലി അലൈഹി എന്ന് ചൊല്ലണം. അല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ. അൽ ബഖീൽ, ബഖീൽ എന്ന് പറഞ്ഞാൽ എന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാത്തവനാണ്. അത് കുറച്ച് അലംഭാവം നമ്മളൊക്കെ കാണിക്കുന്നുണ്ടോ ആ വിഷയത്തിൽ എന്നതും സംശയിക്കേണ്ടിയിരിക്കും. നബിയുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലണം, അതുണ്ടാവണം, പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി എന്ന് പറയണം. അതുകൊണ്ട് അത് പാടില്ല. പക്ഷെ പിന്നെ സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ പാടില്ല. അപ്പോഴാണ് ചോദിച്ചത്, നബിയെ സലാം പറയാൻ ഞങ്ങൾക്കറിയാം, അസ്സലാമു അലൈക എന്ന് പറയാനറിയാം, സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് പഠിപ്പിച്ചു. അതേതാ സ്വലാത്ത് എന്നറിയോ? ഇബ്രാഹിമി സ്വലാത്താണ്. നമ്മൾ പള്ളിയിൽ ചൊല്ലുമല്ലോ, അല്ലാഹുമ്മ, തഹിയ്യാത്തിലൊക്കെ ചൊല്ലുമല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അതാണ് ഇബ്രാഹിമി സ്വലാത്ത്. സ്വലാത്ത് ഇബ്രാഹിമിയ അതിന് പറയാം. അത് നമ്മൾ ചൊല്ലണം. പക്ഷെ അതൊക്കെ മാറ്റി ഉസ്താദുമാര് മാറ്റി വേറെ കുറെ സ്വലാത്താണ്. നാരിയത്തു സ്വലാത്ത് വേറെ വിഷയം, കഞ്ചുൽ അർഷ് സ്വലാത്ത്, സലാത്തുൽ എന്തൊക്കെ ഒരുപാട് സ്വലാത്തുകൾ, സ്വലാത്തിന്റെ ഏടുകൾ എന്നാ പറയാം. ഒരുപാട് ഏടുകൾ പടച്ചുണ്ടാക്കി ആര്? ഷിയാക്കള് ഉണ്ടാക്കി തന്നു നമുക്ക്. ഫാത്തിമ, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ, അങ്ങനെ കണ്ടാ നമ്മൾ വാങ്ങിയിട്ട് വീട്ടിൽ കൊടുന്ന് നോക്കും. ഷിയാക്കളുടെ കലണ്ടറാണ്, ഷിയാക്കളുടെ ചിത്രാണ്. അപ്പൊ അതൊക്കെ വേറെ വിഷയം. അപ്പൊ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലാത്തവൻ വിശ്വാസമില്ലാത്തവനാണ്. അപ്പൊ നബിസങ്ങളുടെ പേര് കേൾക്കുമ്പോ അതിങ്ങനെ ആൾക്കാരെ കൂട്ടി വിളിച്ചിരുത്തിയിട്ട് സ്വലാത്ത് സദസ്സുണ്ടാക്കി ഉറക്ക ചൊല്ലി അതൊന്നും വേണ്ട. മനസ്സിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി, പടച്ചോനെ സ്വലാത്ത് ചെയ്യണേ മാത്രം ഉണ്ടായാൽ മതി. അതാണ് സ്വലാത്ത്. അപ്പൊ സ്വലാത്ത് നിർബന്ധമാണ്, ചൊല്ലണം. നബിന്റെ പേര് കേൾക്കുമ്പോൾ വേണം, അല്ലാത്തപ്പോഴും വേണം. ആ സ്വലാത്ത് അല്ലാഹ് നിലനിർത്തിയിട്ടുണ്ട്. നിസ്കാരത്തിലുണ്ട്, തഹിയ്യാത്തിലുണ്ട്, ബാങ്കിലുണ്ട്, അല്ലെ പല സ്ഥലത്തും നമ്മളിങ്ങനെ നോക്കിയാൽ റസൂലുള്ളാഹിനെ പുകഴ്ത്തി പറഞ്ഞത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്,
അതന്നെയാണ് നബിന്റെ മദ്ഹൊക്കെ. നബിന്റെ മദ്ഹ് പറയേണ്ടത് വെച്ചാൽ എല്ലാറ്റിലും ഉണ്ട്. നിസ്കാരത്തില്, തഹിയ്യാത്തില്, ബാങ്കില്, എല്ലാ രംഗത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എടുത്തു പറയണം. വറഫഅനാ ലക ദിക്റക, നിന്റെ സ്മരണയെ നിനക്ക് ഞാൻ ഉയർത്തി തന്നിരിക്കുന്നു. അള്ളാഹിന്റെ പേര് കഴിഞ്ഞാൽ റസൂലിന്റെ പേര് പറയാതെ ആരെ പറ്റിയും പറയാറില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. എന്നിട്ട് മനുഷ്യന്മാരെ, സാധാരണക്കാരായ ആളുകളെ വിശ്വാസം, തിങ്കളാഴ്ച നോമ്പ് നോറ്റിരുന്നു, നോൽക്കണം. തിങ്കളാഴ്ച നോമ്പിന് ആരും എതിരല്ല. എത്ര തിങ്കളാഴ്ചയുണ്ടോ ആ തിങ്കളാഴ്ചയൊക്കെ നോമ്പ് നോൽക്കണം എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12 അല്ലാതെ തിങ്കളാഴ്ച വന്നാലും നോമ്പ് നോൽക്കണം. അത് നോമ്പൻ, അതൊരു നല്ല ഇബാദത്താണ്. ഒരു ഉസ്താദിനോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, നല്ലൊരു ഇബാദത്ത് ചെയ്യാനാ പറഞ്ഞത്, അത് നോമ്പുള്ളൂ. അപ്പൊ നല്ലൊരു ഇബാദത്തിനാണ് ഭക്ഷണം കൊടുക്കല്, അതുകൊണ്ട് ഭക്ഷണം കൊടുക്കാണ് എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, റമദാൻ മാസവും മുഹറം 10-നൊക്കെ നമുക്ക് ഭക്ഷണം കൊടുക്കലായിക്കോട്ടെ, നോമ്പ് വെക്കണം മാറ്റി വെക്കാന്ന് പറഞ്ഞപ്പോ അതിന് മറുപടി ഒന്നുമില്ല. അപ്പൊ യുക്തിയല്ല. അത് എന്താണോ കൽപ്പിച്ചത്, ഫീഹി ഉലിത്തു, അന്ന് ഞാൻ ജനിച്ചിട്ടുണ്ട്, അന്ന് എനിക്ക് ബിഅസത്ത് കിട്ടിയിട്ടുണ്ട്, അന്നാണ് ഞാൻ നബിയായത്, അന്നാണ് ഇനി ഉയർത്തെഴുന്നേൽക്കുക, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തിങ്കളാഴ്ച നോമ്പ് എന്ന് പറയുന്നത് ഒരു സുന്നത്തായ കാര്യമാണ്, അതിനാരും നിഷേധിക്കുന്നില്ല. അതൊരിക്കലും റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാനുള്ള ഒരു തെളിവല്ല. പിന്നെ പറയാറുള്ളത് സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ഒരു വചനമുണ്ട്. ആകെ ഖുർആനിൽ സന്തോഷിക്കാൻ പറഞ്ഞ ഒരു വാക്കത് മാത്രമേ ഉള്ളൂ. ഖുൽ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. യൂനുസ് 58-ാമത്തെ വചനം. നബി നിങ്ങൾ പറയാ, ബിഫദ്ലില്ലാഹി, അല്ലാഹുവിന്റെ ഫളല്, വറഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യം. അപ്പൊ അല്ലാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ കാരുണ്യമല്ലേ? നബി നിങ്ങൾ ഇന്നാ അർസൽനാക റഹ്മത്തൽ ലിൽ ആലമീൻ, നബിയെ നിങ്ങളോട് റഹ്മത്തിന് വേണ്ടിയല്ലേ അയച്ചിട്ടുള്ളത്. ഇതേതാണെന്നറിയോ? സൂറത്ത് യൂനുസിലെ 58-ാമത്തെ വചനം. പക്ഷെ തഫ്സീർ ഒരു കാരണവശാലും നമുക്ക് തോന്നിയ മാതിരി വ്യാഖ്യാനിക്കാൻ പറ്റൂല. ഖുർആനിലുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയവരാണ് ആര്? സഹാബികൾ. എത്രത്തോളം പറഞ്ഞു എന്നറിയോ നിങ്ങൾക്ക്? നമുക്കങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ? ഞാനൊരു ഖുതുബ കേട്ടാൽ ആ ഖുതുബയിൽ പറഞ്ഞ കാര്യങ്ങൾ പരമാവധി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളാണ് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഉണ്ടോ? ഇല്ല, ഉറപ്പാണ്. ചിലതെങ്കിലും വിട്ടുപോകും. പക്ഷെ അങ്ങനെയല്ല. 10 ആയത്തിറങ്ങിയാൽ അത് നടപ്പിലാക്കുന്നത് വരെ 11-ാമത്തെ ആയത്ത് ഇറങ്ങൂല എന്നാണ് അവർ പഠിപ്പിച്ചത്. സഹാബികൾ അങ്ങനെ പറഞ്ഞു. 11-ാമത്തെ ആയത്ത് ഇറങ്ങൂല. 10 ആയത്ത് പഠിച്ചാൽ അത് നടപ്പിലാക്കുന്നത് വരെ 11-ാമത് ആയത്ത് ഇറങ്ങൂല. അതാണ്. ആലോചിച്ച് നിങ്ങൾ. തലയിൽ മുണ്ടും ഒന്നും ഇടാതെ, ഒന്നും മറക്കാതെ, മാറും തലേന്തും മറക്കാതെ പള്ളിക്ക് നബിന്റെ ക്ലാസ്സിന് പോയതാണ്. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. ഹിജാബ് വല്യദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവര് മുഖം മറക്കട്ടെ, മുഖം മറക്കുന്നത് കൊണ്ട് മാറു മറക്കട്ടെ എന്നാ. അങ്ങനെയാണ് ശരീരത്തിന്റെ നിമ്നോന്നതികൾ, ഉയർച്ച താഴ്ചകൾ, തലമറക്കുന്ന ഒരു വസ്തു കൊണ്ട് മാറിടത്തിലേക്കൂടെ താഴ്ത്തിയിട്ടാൽ മാറിന്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗം അന്യപുരുഷന്മാരിൽ നിന്ന് മറക്കാൻ സാധിക്കും. അതിനാ പറഞ്ഞത്. അതിനാണ് മക്കളിടണം എന്ന് പറഞ്ഞത്. അല്ലാതെ ഇതിവിടെ കെട്ടിച്ച് ഇത് വേറൊന്നും ഇവിടെ കെട്ടിച്ച് അങ്ങനെ കെട്ടിവെക്കാനല്ല. അത് വേറെ വിഷയം, ഇൻഷാ അല്ലാഹ് പറയാം. സ്ത്രീകളുടെ ഔറത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ തന്നെ ഈത്തപ്പനന്റെ മട്ടലും മടലും ഓലയും എലയും ഒക്കെ എടുത്തിട്ട് അത് മറച്ചിട്ടാണ് അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് എന്നാണ്. ഇതാണ് അവര്. അങ്ങനത്തെ അവർ ഈ ആയത്തിറങ്ങിയിട്ടുണ്ടോ? കൊടി പിടിച്ചിട്ട് റോട്ടിൽ കൂടെ നടക്കണോ? ദഫും മുട്ടി സദുർസ്താദും കുട്ടികളും കൂടിയിട്ട് കൊടിയും പിടിച്ച് ഈ ഫല്യഫ്റഹു, അവർ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ നടന്നിട്ടുണ്ടോ? അപ്പൊ അവർക്കൊന്നും മനസ്സിലായില്ല. ഈ കാലഘട്ടത്തിൽ തഴവാമോലിക്ക് വരെ മനസ്സിലായില്ല. ഇപ്പൊ ഇറങ്ങിയ കുറച്ച് സദുർമാർക്കും ഉസ്താദുമാർക്കും മാത്രം, ഞാൻ കുറ്റം പറയല്ല, ഈ ആയത്ത് മനസ്സിലായത് എന്നാണ് തോന്നുക. ആയത്തോതിന് കേട്ടാൽ
പലതും വിശദീകരിച്ചിട്ടുള്ള കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അത് നബിയാണ്, അള്ളാന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞ. അവിടെയൊക്കെ പറഞ്ഞത് പിന്നെ ഇസ്ലാം ദീനാണ്, ഖുർആനാണെന്ന്. നമുക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. ഇസ്ലാം ദീൻ, നമ്മൾ മുസ്ലിം ആയതിൽ സന്തോഷിക്കണം, സന്തോഷമുണ്ട് നമ്മൾ. അതുപോലെ ഖുർആൻ നമുക്ക് കിട്ടിയതിൽ സന്തോഷിക്കണം. ഖുർആനെ പറ്റി 1-2-3 ഖുത്ബ അവിടെ നടത്തിയാലോ, സന്തോഷിക്കാൻ മാത്രം ഉണ്ട് നമുക്ക്. ഖുർആനൊക്കെ പഠിക്കാനോ അതൊക്കെ നമുക്ക് കിട്ടിയെന്നുള്ളത് സന്തോഷിക്കാനുള്ള കാര്യം. അതാ സന്തോഷം, അതാ കൊടി പിടിച്ച് നടക്കാനല്ല. ആലോചിച്ച് നോക്കി, എത്രത്തോളം സഹാബികൾ പറഞ്ഞോരോ, ഖുർആനിലെ ഒരായത്തല്ലാത്തതൊക്കെ ഞങ്ങൾ നടപ്പാക്കി എന്നാ പറഞ്ഞേ. ഒരായത്തല്ലാത്തതൊക്കെ നടപ്പാക്കി. ഒരായത്ത് ഞങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് എന്ന് അവർ പറയണ്ടായി. അതേതായത് സൂറത്തുൽ നൂറിൽ സഹാബികളെ കുറിച്ച് പഠിച്ച നല്ല രസകരമായി പഠിക്കുക. അവരുടെയൊക്കെ ഒരു ആത്മാർത്ഥത, അവരെത്താത്ത മേഖലകളില്ല. എന്നിട്ടോ നമ്മൾ വിചാരിക്കണത് നമ്മളൊക്കെ വലിയ ആൾക്കാർ. ഒരായത്തുണ്ട് സൂറത്തുൽ നൂറിൽ, നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ഖുത്ബയിൽ പറയാം. ഒരു അന്യ വീട്ടിലേക്ക് കയറുമ്പോൾ അതിനൊരു മര്യാദ ഉണ്ട്. അന്യ വീട്ടിലേക്ക് പോകാൻ മര്യാദ. അവിടെ ചെല്ലണം, പിന്നെ വാതിൽ മുട്ടണം, മാറി നിൽക്കണം, ഞാൻ കയറട്ടെ എന്ന് ചോദിക്കണം. അപ്പൊ അവര് സമ്മതം തരണം, എന്നാലേ കയറി ഇരിക്കാൻ പറ്റുള്ളൂ. പാഞ്ഞാണ് കയറി അടുക്കളയ്ക്ക് ചെല്ലാനൊന്നും പറ്റൂല. നമ്മളൊക്കെ അങ്ങനെയാണ്. ഇപ്പോ നമ്മള് കസിനാണ്, മറ്റേതാണ്, മറിച്ചാന്നൊക്കെ പറഞ്ഞാൽ പാഞ്ഞി അല്ലല്ലാണ്. കല്യാണത്തലേന്നാ പറയും പണ്ട, അന്നൊക്കെ ഫുൾ ഓപ്പണാണ്. പണ്ട് കമ്മ്യൂണിസം വന്ന പോലെ. കമ്മ്യൂണിസത്തിന്റെ തുടക്കത്തെ കുറിച്ച് ഞാൻ എവിടെ വായിച്ചു, ആദ്യം കൊണ്ടുവന്നത് ഒരാളും വാതിലടക്കാൻ പാടില്ല എന്നുള്ള നിയമമാണ്. പഠിച്ചു നോക്കി, സോഷ്യലിസം. ആരും വാതിലടക്കാൻ പാടില്ല എന്നാണ് ആദ്യത്തെ നിയമം. അതോടെ കഴിഞ്ഞില്ല കാര്യങ്ങളൊക്കെ. അതിന്റെ ഉത്ഭവത്തെ കുറിച്ച് പഠിച്ചാൽ. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, ഒരാളെ വീട്ടിൽ പോകുമ്പോ നിങ്ങളോട് കേറണ്ട, ഇപ്പൊ കേറണ്ട, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകണം. മനസ്സിലൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അവരത് പറഞ്ഞതിന് കേറാൻ പറ്റിയ സന്ദർഭമല്ല. ഒന്നാള് പറഞ്ഞു, കാതിൽ മുട്ടി ഒച്ചുണ്ടാക്കി കേറട്ടെ ചോദിച്ചപ്പോ ഇപ്പൊ കേറണ്ട, ഇപ്പൊ നിങ്ങൾ കേറണ്ട, നാളെ മറ്റന്നാളോ വരിയെന്ന് പറഞ്ഞാൽ സന്തോഷത്തോട് കൂടിയിട്ട് അവിടുന്ന് തിരിച്ചു പോരണമെന്നാണ്. അതാണ് ആയത്ത്. സഹാബികൾ പറയാ, അത് ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. കുറേ വാതിൽ പോയി മുട്ടി. എന്തിനെ? ഒന്ന് പോകാൻ പറയാൻ വേണ്ടി. ഒരുപാട് വാതിലിങ്ങ മുട്ടി. ഒറ്റ വാതിൽ മുട്ടിയാലും ആൾക്കാർ കയറിയിരിക്കുന്നു. ഫളൽ സൽക്കരിക്കാൻ അറബിയുടെ സ്വഭാവം അതാണ്. ഒരൊറ്റ ആളുകളും ഞങ്ങളോട് മരിക്കണത് വരെ ഇന്ന് വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. ഇത്ര അധികം, ഞാൻ പറഞ്ഞത് ആ വിഷയം പറയാനല്ല, ഇത്ര അധികം സൂക്ഷ്മത പുലർത്തിയിട്ട് ഖുർആനിന്റെ ആയത്തുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സഹാബത്തിൽ നിന്നും റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ആഘോഷം ഉണ്ടായിട്ടില്ല എങ്കിൽ അതാരുണ്ടാക്കിയതാണ്? ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. അവരെ പറ്റി നിങ്ങൾ പഠിച്ചു നോക്കണം. ഫാത്തിമിയാക്കളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഉബൈദിയാക്കൾ എന്നറിയപ്പെടുന്നവരെ പറ്റി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർ അത്രയും മോശക്കാരായിരുന്നു. അപ്പൊ നബി ജനിച്ച ദിവസം, അഥവാ ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നബി മരിച്ച ദിവസം ഇവരൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ജന്മദിനം എന്ന് പറഞ്ഞ് നേരെ ഉൾട്ടേക്കിട്ട് നമുക്കിത് തന്നിട്ടുള്ളത് എന്നാണ്. പിന്നെ പറയാം, അബൂലഹബിന് ജ്യൂസ് കിട്ടുന്നുണ്ട് നരകത്തിൽ. കൂട്ടരെ, അത് ബുഖാരിയിലുള്ളൊരു സംഭവമാണ്. ബുഖാരിയിലെ ഉർവത്ത് ബിൻ സുബൈർ, അതിന് മുർസലായിട്ടുള്ളൊരു സംഭവം. അങ്ങനെയൊക്കെയാണ് ഹദീസ് നിദാന ശാസ്ത്രജ്ഞന്മാർ അതിന് പറയാം. ബുഖാരി ഹദീസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. വഖാല ഉർവ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു സ്വപ്ന കഥ പറയുന്നുണ്ട്. ബുഖാരി അത് എഴുതിയെന്ന് മാത്രം. ബുഖാരിയിലെ ഹദീസ് അല്ലാത്ത, ഹദീസുകളിൽ പെടാത്ത ചില, അതിന് മുദയ്യൽ എന്നാണ് പറയാം, ചില അനുബന്ധങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടൊരു സംഗതിയാണ്. അബൂലഹബ് മരിച്ചിട്ട് അബൂലഹബിന്റെ കുറച്ച് കൂട്ടുകാര്, ആരോ കുടുംബക്കാരനാരോ അബൂലഹബിന് സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോ എന്തൊക്കെ വിശേഷം എന്ന് വെച്ചാൽ അബൂലഹബ് പറഞ്ഞു, മരിച്ചതിന്റെ ശേഷം ഒരു സുഖം ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കെല്ലാ തിങ്കളാഴ്ച ദിവസവും എനിക്ക് പിന്നെ കയ്യിന്റെ ഇടയിൽ കൂടെ ഒരു നീര് കിട്ടുന്നുണ്ട്. അതൊരാശ്വാസമാണ്. അതെന്തുകൊണ്ട്? ഈ സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറഞ്ഞ നബിക്ക് പാല് കൊടുത്ത ഒരു സ്ത്രീയാണ്. ഈ സുവൈബത്തുൽ അസ്ലമിയെ ഞാൻ മോചിപ്പിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് തെറ്റാണ്, ശരിയല്ല. അത് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹമാണ് ബുഖാരിയുടെ
ഹാഷിയ വിശദീകരണം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അതിന്റെ പേര് ഫത്ഹുൽ ബാരി ഫി ശറഹി സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന പുസ്തകമാണ്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആയിഷ ബീവി പോലും പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞത് ശരിയല്ല, അത് എവിടുന്നോ ഒരു കള്ള റിപ്പോർട്ട് ആരോ ഉണ്ടാക്കി കൊടുത്തതാണെന്ന്. കാരണം ഒന്നാമത്തത് ഖുർആനിനെതിരാണ്. വിശ്വാസമില്ലാത്ത ആളുകൾ അമല് ചെയ്താൽ ഖുർആൻ പറയുന്നുണ്ട് അതിന്റെ പ്രതിഫലം അവർക്ക് കൊടുക്കുന്നല്ല ഖുർആൻ പറഞ്ഞത്, അവർക്ക് ദുനിയാവിൽ നിന്ന് തന്നെ അവർക്ക് പ്രതിഫലം കൊടുക്കുന്ന. ദുനിയാവിൽ ഒരാൾ പടച്ചോന്റെ വിശ്വാസമൊന്നുമില്ലാതെ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തു കൊടുത്താൽ ദുനിയാവിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും കാര്യങ്ങളും ഒക്കെ അള്ളാഹ് കൊടുക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞതാണ്. അതേപോലെ ദുനിയാവിൽ കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഒരു സൂറത്ത് പോലും ഇറങ്ങിയിട്ടുണ്ട്. അബൂലഹബിനെ പറ്റി തന്നെ ഖുർആൻ പറഞ്ഞത് അവന്റെ സമ്പത്ത് അവൻ ഉപകരിച്ചിട്ടില്ല, അവൻ അധ്വാനിച്ചതൊന്നും തന്നെ അവന് കിട്ടിയിട്ടില്ല. ആലോചിച്ച് നോക്കി, ഖുർആൻ പറയാ അബൂലഹബിന് ഒന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് ആരോ പറയാ എന്ത്, അതും സ്വപ്നം കാണാ. സ്വപ്നം കണ്ടത് ഇസ്ലാമിൽ തെളിവല്ല. മനസ്സിലായോ? നമ്മളൊക്കെ സ്വപ്നം കണ്ടത് എന്തൊക്കെ സ്വപ്നം കാണും, അത് പ്രശ്നങ്ങളാണ്. ചിലർക്ക് മാനസിക പ്രശ്നങ്ങളിക്കാറ്, ചിലർക്ക് ഉറക്ക പ്രശ്നങ്ങളിക്കാറ്, ചിലർക്ക് അത് രോഗിക്കാറ്. അപ്പൊ എന്താണെങ്കിലും സ്വപ്നം കണ്ടത് ഇസ്ലാമിൽ തെളിവല്ല. സ്വപ്നം കണ്ടു എന്നതിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ഖുർആനിനെതിരാണ്, ചരിത്രത്തിനും എതിരാണ്. കാരണം സുവൈബത്തുൽ അസ്ലമിയെ അബൂലഹബ് മോചിപ്പിച്ചത് ഒരു കാരണവശാലും എന്തുകൊണ്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ സന്തോഷിച്ചിട്ടല്ല, നബി തങ്ങൾ ഹിജ്റ പോയതിൽ സന്തോഷിച്ചിട്ടാണ് എന്നാണ്. ശല്യം ഒഴിവായാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചരിത്രം അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു റിപ്പോർട്ട് എങ്ങനെയോ ചരിത്രത്തിൽ കയറിക്കൂടിയ ഒരാള് പറഞ്ഞ ഒരു റിപ്പോർട്ട് പിന്നെ എന്താ അറിയോ, എന്തിനാ പിന്നെ അത് ബുഖാരിയിലൊക്കെ കൊടുത്തു നിങ്ങൾ ചോദിക്കും. പൂർവികരായ പണ്ഡിതന്മാരുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എന്താ അറിയോ, നിങ്ങള് അവർ കിട്ടിയ ഇൽമുകൾ അങ്ങനെ പകർത്തു. കിട്ടിയ ഇൽമുകൾ നിങ്ങൾ ഏത് കിതാബ് എടുത്ത് പരിശോധിച്ച് നോക്കി. അതുകൊണ്ടാണ് ഈ മൂല്യന്മാർക്ക് ഖിലാഫ് ഉണ്ടാകുന്നത്. എന്ത് ചോദിച്ചാലും രണ്ടഭിപ്രായം ഉണ്ടാകണം. അതുകൊണ്ടാണ് കിട്ടിയ ഇൽമുകള് അത് സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കാൻ വേറെ കിതാബ് എഴുതാന്നല്ലാതെ ഒരാള് ആ ആളൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ അയാൾക്ക് കിട്ടിയ എല്ലാ അറിവുകളും ആ തലമുറകൾ നൽകുന്ന, അങ്ങനെയല്ല. വെറും സത്യസന്ധമായ റിപ്പോർട്ട് മാത്രമേ തലമുറകൾ കൈമാറി വരുന്നുള്ളൂ എങ്കിൽ ഇവിടെ ചരിത്രം ഒന്നും അവശേഷിക്കില്ല. നമ്മുടെ കുട്ടികൾക്ക് പൂർവ്വമായിട്ടുള്ള ഒരു സാധനവും അറിയില്ല. അതാണ് പ്രശ്നം. ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്നതാണ്. ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുക. അവരങ്ങനെയല്ല, അവർ വിശാലമായിട്ട് അവർ എഴുതും എന്നതാണ്. അങ്ങനെ വന്നുപെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് ഖുർആനിനും ഹദീസിനും ചരിത്രത്തിനും ഒക്കെ എതിരായ സംഗതിയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് ശരിയല്ല എന്ന് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി തന്നെ ആയിഷ ബീവിയിൽ തന്നെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയതായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മൗലൂദ് ഓതും ചെയ്യാതിന് കൂലിയും വാങ്ങാന്നാണ് വേറൊന്ന്. അത് ഒരു പദ്യം അവര് കഅബ് ഇബ്നു സുഹൈർ എന്ന് പറഞ്ഞിട്ട് മുഅല്ലഖാത്തു സബഅ, അറബി സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുഅല്ലഖ എന്ന് പറയുന്നത്. ഇപ്പോഴും മക്കത്ത് പോയാൽ മക്കത്തുനിന്ന് കുറച്ച് കഅബത്തിന്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ അവിടെ ഒരു മ്യൂസിയം. ആ മ്യൂസിയത്തിൽ ആർട്ട് മ്യൂസിയം, ആ മ്യൂസിയത്തിൽ മുഅല്ലഖന്റെ ചില ഉദാഹരണങ്ങളൊക്കെ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പോയൽക്കൊക്കെ കാണാം. പണ്ട് കാലത്ത് അങ്ങനെ മുഅല്ലഖാണ് കെട്ടിത്തൂക്കിയത്. വലിയ ചന്തകൾ നടക്കും. ആഴ്ചയിൽ ഒരു ദിവസം ചന്ത നടക്കുമ്പോ ചന്തയിൽ വന്നിട്ട് വീട്ടിലൊരു കവി ഉണ്ടാകാതെ ഇന്നൊരു MBBS ഡോക്ടറൊക്കെ വീട്ടിലുണ്ടായ പോലെയാണ്. ഒരു കവി വീട്ടിലുണ്ടായി എന്ന് പറഞ്ഞാൽ, അപ്പൊ അയാളൊരു കവി അങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ ആ കവിനെ കൊണ്ടുപോയിട്ട് ഇത്തരം രംഗത്ത് പാട്ട് പാടിപ്പിക്കും. നമ്മുടെ കുഞ്ചൻ നമ്പ്യാരൊക്കെ അങ്ങനെയാണ്. മലയാള സാഹിത്യത്തിൽ കുഞ്ചൻ നമ്പ്യാരൊക്കെ വന്നത് അങ്ങനെയാണ്. അങ്ങനെ പാട്ടൊക്കെ അങ്ങനെ പാടിപ്പിക്കുമ്പോ രാജാവ് ഉണ്ടാവും ആ ചന്തയില്. രാജാവിന്റെ മുന്നിൽ നിന്ന് അങ്ങനെ പാട്ട് കേൾക്കുമ്പോ രാജാവ് പറയും അൽഖുഹാബിൽ കഅബ, ഈ പദ്യം നിങ്ങൾ കഅബത്ത് കെട്ടിത്തൂക്കണം എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അത് സ്വർണം കലക്കിയിട്ട് അതിൽ മുക്കിയിട്ട് എഴുതി വെക്കും, തോലും എഴുതി വെക്കും, സ്വർണത്തിന്റെ ലിപിയിൽ എഴുതി വെക്കും. എന്നിട്ട് അത് കഅബത്തുമ്മ കൊണ്ടുപോയി തൂക്കും. അതിനാണ് മുഅല്ലഖ എന്ന് പറയാം, കെട്ടിത്തൂക്കിയത് എന്നാണ്. അതിൽപ്പെട്ട ഒന്നാണ് കഅബ് ഇബ്നു സുഹൈറിന്റെ ഒരു മുഅല്ലഖ. ഈ മുഅല്ലഖാത്തിന്റെ ഒക്കെ തുടക്കം ഒരു പ്രേമമായിരിക്കും. അതെല്ലാ അറബി കവിതയുടെ തുടക്കം ഒരു കാമുകിയോടുള്ള സംഭാഷണമായിട്ടാണ്. കഅബ് ഇബ്നു സുഹൈറിന്റെ ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം മുഅല്ലഖ, ചില ആളുകൾ മുഅല്ലഖയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തെ. ചിലത് അദ്ദേഹത്തിന്റെ കവിത അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു അഅലം.
ഏതായിരുന്നാലും കഅബ് ബിൻ സുഹൈറിന്റെ കവിത വളരെ രസകരമായ കവിത. ബാനത് സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുസയ്യമുൻ നിസ്റഹാ ലം യുഫ്ദ മഖ്ബൂലു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സുആദ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ വർണ്ണിച്ചുകൊണ്ട് ഇങ്ങനെ തുടങ്ങാൻ അദ്ദേഹം നബിയെ ആക്ഷേപിച്ചു, വല്ലാതെ ആക്ഷേപിച്ചു. കാരണം അവരൊക്കെ ഈ നാവ് കൊണ്ടുള്ള ഓരോ വർത്തമാനങ്ങൾ വല്ലാതെ കൊള്ളും. നബി തങ്ങൾ പറഞ്ഞു, എവിടെ കണ്ടാലും കൊല്ലണം, എവിടെ കണ്ടാലും കൊല്ലണം പ്രഖ്യാപിച്ചു നബി. എത്ര ജാഹിലായിരുന്നു, അത്ര മോശ, നാവ് അത്രക്ക് മോശം. അപ്പൊ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാൻ, നബിയാണെങ്കിൽ കൊല്ലാനും പറഞ്ഞു. അദ്ദേഹം വന്നിട്ട് നബിന്റെ അടുത്ത് വന്ന് പാടിയ പാട്ടാണ് ഈ പാട്ട്. ഇതൊന്നും പാടിയപ്പോ നബി ഒന്നും പറഞ്ഞില്ല. അവസാനം പറഞ്ഞു, നുബ്ബിതു അന്ന റസൂലല്ലാഹി ഔഅദനി ഫൽഅഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു മഹ്ലൻ ഹദാകല്ലദി അഅതാക നാഫിലത്തുൽ ഖുർആനി ഫീഹാ മവാഇദും വതഹ്കീമു. നബിയേ, നിങ്ങൾ എന്നെ കൊല്ലാൻ പറഞ്ഞു എന്ന് എനിക്കറിയാം, നിങ്ങൾ അങ്ങേയറ്റത്തെ കരുണ ചെയ്യുന്നവനാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കരുണ പ്രതീക്ഷിക്കുന്നു. ഖുർആൻ താങ്കൾക്ക് തന്നത് വലിയൊരു സമ്മാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലൊരുപാട് ഉപദേശ നിർദ്ദേശങ്ങളുണ്ട്, ഞാനൊക്കെ അനുസരിച്ചോളാം എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ തന്റെ തലയിലുണ്ടായിരുന്ന മുണ്ടെടുത്തിട്ട് അദ്ദേഹത്തിന്റെ തലയിലിട്ട് കൊടുത്തു എന്നാണ്. അപ്പൊ എന്താ മൗലവിമാര് പറയല്? നബിന്റെ മദ്ഹ് പറയാം, മൗലൂദ് ഓതാം, കൂലിയും വാങ്ങാം. മുണ്ടിട്ടിയല്ലേ, കൂലിയും വാങ്ങാം. അതിനാണ് മൗലൂദിന് കായ് കൊടുക്കുന്നത്. വെറുതെ ഓതാൻ 4 ദിവസം വിളിച്ചോക്കാൻ നിങ്ങൾ ആരും വരില്ല, വെറുതെ ആരും ഓതി തരൂല. കായ് കണ്ട് കൊടുക്കണം, നല്ല തിന്നാനും കൊടുക്കണം. ഇതങ്ങനെയല്ല. എന്തിനാ മുണ്ടു കൊടുത്തത്? കാരണം ഇദ്ദേഹം മുസ്ലിമായി സ്വീകരിച്ചു, നബിനെ അംഗീകരിച്ചു. ആര് കണ്ടാലും കൊല്ലും, പക്ഷെ നബിന്റെ മുണ്ട് ഇനി മേലെ കാണുമ്പോ ഒന്നാലോചിക്കും, കൊല്ലണോ വേണ്ടയോ. എന്താ നബിന്റെ മുണ്ട്? എല്ലാവർക്കും അറിയാം, നബിന്റെ മുണ്ട് എല്ലാവർക്കും പരിചയമുണ്ട്. എന്താണ് ഇയാളെ കൗത്തില് നബിന്റെ മുണ്ട്? ഒന്നാലോചിക്കും. അല്ലടാ, നബിന്റെ മുണ്ടേറ്റാണല്ലോ നടക്കുന്നത്. കൊല്ലൂല, ആരും പെട്ടെന്ന് കൊല്ലൂല. അന്നൊക്കെ ഉള്ള ഐഡി, അല്ലാതെ വാട്സപ്പ് കൊടുക്കാൻ കഴിയില്ലല്ലോ. അന്നൊക്കെയുള്ള ചില ഐഡന്റിറ്റിയാണ്. അതുകൊണ്ട് ഇനി ആരും കൊല്ലാൻ പാടില്ല എന്നറിയാൻ വേണ്ടി അദ്ദേഹം മുസ്ലിമായി എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ കൊടുത്ത ആ സമ്മാനമായിരുന്നു ആ മുണ്ട്. അല്ലാതെ മദ്ഹ് പറഞ്ഞതിനല്ല. അദ്ദേഹം പറഞ്ഞ ആദ്യം തന്നെ കൊടുക്കണ്ടേ? ഒന്നും കൊടുത്തിട്ടില്ല. ഇതാണ് പറഞ്ഞപ്പോൾ ആ മുസ്ലിമായി എന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളെ ഓരോന്നെടുത്താലും. പിന്നെ ഖദീജ ബീവിയുടെ മൗലൂദ് ഓതിയിട്ട് കൈ കൊടുത്തു, അതുമില്ല. അത് ഇമാം ബുഖാരിയിൽ ഒരു ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ബുഖാരി അത് ഉദ്ധരിച്ചത് കുടുംബ ബന്ധം ചേർക്കലാണ് ഏറ്റവും വലിയ പ്രധാനമുള്ളതാണ്. എന്ത് പഠിപ്പിക്കാനെന്നറിയോ നിങ്ങള്? നബി തങ്ങൾ ഇടക്കൊക്കെ ആടിനിറക്കുമ്പോ ഖദീജ ബീവിനെ പറ്റി പറയും. എന്നിട്ട് ഖദീജ ബീവിയുടെ കുടുംബത്തിൽക്ക് അത് കൊടുത്തയക്കുന്ന, കുറച്ച് ഇറച്ചി കൊടുത്തയക്കുന്ന. അപ്പൊ എന്തായി? മൗലവിമാരിനെ വ്യാഖ്യാനിച്ചു. എന്താ വ്യാഖ്യാനിച്ച്? പിന്നെ ഖദീജ മൗലൂദ് ഓതാം, ഖദീജയുടെ പേരിൽ മൗലൂദ് ഓതാം. അപ്പൊ ഖദീജ മൗലൂദ് ഉണ്ട്, നമ്മൾ കേട്ടാ തോന്നുന്നു ഖദീജ മങ്കൂസ് മൗലൂദ്, ഷറഫലന മൗലൂദ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു ഖദീജ മൗലൂദ് ഉണ്ടായിരുന്നു. നബി ഇങ്ങനെ ഇടക്ക് തൽക്കാലിമ അത് വെച്ചിട്ട് ഇങ്ങനെ ഓതിയിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നു. അങ്ങനെയല്ല. ഖദീജ ബീവിയുടെ മദ്ഹ് നബി പറഞ്ഞിരുന്ന ഖദീജ ബീവി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഖദീജ ബീവി മരിക്കോളം വരെ കല്യാണം കഴിച്ചിട്ടില്ല. ഒരുപാട് ഗുണങ്ങൾ ഖദീജ ബീവിക്കുണ്ട്. അപ്പോ നബി തങ്ങൾ ആടിനിറക്കുമ്പോ ഖദീജ ബീവിയുടെ കുടുംബത്തിലേക്ക് കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യ, കുടുംബബന്ധം പുലർത്തലാണ് ആ ബാബ്, ആ അധ്യായത്തിലാണ്. നമ്മുടെ ഭാര്യ മരിച്ചാലും നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാര്യ വീട്ടുകാരെ പരിഗണിക്കണം എന്നാണ്. ഭാര്യ മരിച്ചു എന്ന് കരുതിയിട്ട് ആ വീട്ടുകാരെ നമ്മൾ അങ്ങനെ ഒന്നാകണ്ട അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഭാര്യ മരിച്ചാലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അവരെ കല്യാണം ഉണ്ടെങ്കിൽ അവരെ ക്ഷണിക്കണം, ഓലെ വിളിക്കണം, ഓലോടുള്ള ബന്ധങ്ങൾ പുലർത്തണം. നമ്മുടെ വീട്ടിൽ വല്ല ആടിനിറക്കേ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അവർക്കോ അതിന്റെ വിഹിതം കൊടുത്തേക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചുരുക്കി പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അള്ളാന്റെ റസൂലിനോട് പറയാം. അള്ളാന്റെ സൂറത്ത് ശൂറായിലെ 15-ാമത്തെയും 16-ാമത്തെയും 17-ാമത്തെ ഒക്കെ വാക്ക് അങ്ങനെയാണ്. ഈ ജൂതന്മാരും നസ്രാണികളൊക്കെ എന്ത് പറഞ്ഞാലും അതിനൊക്കെ അവര് തട്ടുത്തരം പറയും, എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞിട്ട് അവര് പറയുന്ന തോന്യാസങ്ങൾക്ക് കൂട്ടിപ്പിടിക്കും. അപ്പൊ അള്ളാഹ് പറയാ, നബിയെ, നിങ്ങൾക്ക് കിട്ടിയ വിവരത്തിനനുസരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുക. ആടിപ്പാടി അന്നതില്ല എന്നതില്ല ചോദിക്കണ്ട, ആടിപ്പാടി നിൽക്കരുത്. എങ്ങനെയാണോ നിങ്ങള് പിന്നെ മനസ്സിലാക്കിയതെങ്കിൽ അതിൽ അടിയുറച്ചു നിൽക്കുക. ഒരിക്കലും അവരുടെ അവരുടെ ദേഹേച്ഛകളെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റാൻ പാടില്ല. അത് തോന്നുന്നതിനനുസരിച്ചൊക്കെ പിൻപറ്റാൻ പാടില്ല. അതുകൊണ്ട് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. വല്ലദീന യുഹാജ്ജൂന ഫില്ലാഹ്,
റബ്ബിന്റെ വിഷയത്തിൽ ഓരോന്ന് പറഞ്ഞ് തർക്കിക്കുക, വെറുതെ തർക്കിക്കുക, തോന്നിയാസങ്ങൾക്ക് തെളിവുണ്ടാക്കാൻ വേണ്ടി തർക്കിക്കുക, ജൂദായിസവും ഷിയായിസവും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി തർക്കിക്കുക. വല്ലദീന യുഹാജൂന ഫില്ലാ മിൻ ബഅദി മസ്തുജീബ ലഹു, അള്ളാന്റെ കാര്യങ്ങളൊക്കെ വ്യവസ്ഥയാക്കപ്പെട്ടതിന്റെ ശേഷം, അള്ളാഹ്ക്ക് ഉത്തരം ചെയ്തതിന് ശേഷം, കാര്യങ്ങളൊക്കെ ബോധ്യമായതിന്റെ ശേഷം, പിന്നെ വല്ലദീന യുഹാജൂന ഫില്ലാഹി മിൻ ബഅദി മുസ്തജീബ ലഹു ഹുജ്ജത്തുഹും ദാഹിലത്തുൻ ഇൻദ റബ്ബിഹിം, അവരുടെ തെളിവുകളൊക്കെ നിരർത്ഥകമാണ് പടച്ച തമ്പുരാന്റെ അടുത്ത് നിന്ന്. ആ തെളിവുകൾക്ക് ഒരു പ്രശസ്തിയില്ല, ഒരു പ്രസക്തിയും ഇല്ല, റബ്ബിന്റെ അടുത്ത് തീരെ വിലപ്പോല. അതുകൊണ്ട് അല്ലാഹു പറയാ ഫഅലൈഹിം ഗളബുൻ, അവർക്ക് ഗളബുണ്ടാകും, വലഹും അദാബുൻ അലീം, അദാബുൻ ശദീദ്, അവർക്ക് ശക്തമായ ശിക്ഷയും ഉണ്ടാകും എന്നാണ്. അതുകൊണ്ടാണ് ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ, ജൂതന്മാരുടെയും നിസ്രാണികളുടെ മാർഗത്തിൽ ചേർക്കരുതേ എന്ന് പറയും. പക്ഷേ നമ്മളൊക്കെ റബീഉൽ അവ്വൽ മാസമായപ്പോൾ അതേ മാർഗം പള്ളിപ്പെരുന്നാളുകൾ പോലെ ഓരോ ദീപാലങ്കാരങ്ങളും മറ്റതും വെച്ച് സജീവമായി കൊണ്ടിരിക്കുക. അതിനൊക്കെ പിന്മാറാൻ അതിനുള്ള ഒരു ഈമാനും ഖുവ്വത്തും ഒക്കെ നമുക്കുണ്ടാവണം. വസ്തഖിം കമാ ഉമിർത, മനസ്സിലാക്കിയതുപോലെ സുന്ദരമായി പ്രവർത്തിക്കാനുള്ള ധൈര്യവും തന്റെ ഇടവും നമുക്കുണ്ടാകണമെന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.